إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടിസ്ഥാനപരമായൊരു തത്വം അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഇബാദത്താണ്. പ്രാർത്ഥന എന്താണ്? അത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മച്ച അത് പ്രാർത്ഥനയാണ്. ഇത് സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവുകയല്ല ചെയ്തത്. അതിനെ തുടർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ദുആയിരക്കണം. ആരോട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ ദുആയിരക്കണം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്താ പറഞ്ഞത്? എന്നോട് ദുആയിരക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നിട്ട് അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടത്? എന്നെ അല്ലെങ്കിൽ എന്നോട് ദുആയിരക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നെ ഇബാദത്ത് ചെയ്യൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ. ഏതാ വിഷയം? ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആയിരക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സഹോദരന്മാരെ, ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന, ദുആ, അതെന്താണ്? അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ, നബിയെ പറയണം, ഇന്നി നുഹീതു, ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു, എന്നെ വിലക്കിയിരിക്കുന്നു. ഏതാണത്? അൻ അഅ്ബുദൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ തൊട്ട് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ എന്നെ വിലക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? ബദരീങ്ങളെ എന്നല്ല, ഇപ്പം ഇബ്രാഹിം നബി അല്ലെങ്കിൽ ഇസ്മായിൽ നബി അക്കാലത്ത് മുൻകാലത്ത് ജീവിച്ചിരുന്ന ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഇല്ല. അവർ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തൊട്ട് എന്നെ വിലക്കിയിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ലമ്മാ ജാഅനിയൽ ബയ്യിനാത്ത് മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന് വ്യക്തമായ ബയ്യിനത്ത്, തെളിവുകൾ അത് വന്ന് കിട്ടിയിരിക്കെ അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന, അവർ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ എന്നെ വിലക്കിയിരിക്കുന്നു. മാത്രവുമല്ല വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ,
എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകങ്ങളുടെ റബ്ബിന് മുന്നിൽ മുസ്ലിമായി ജീവിക്കാൻ, അവന് കീഴൊതുങ്ങി ജീവിക്കാൻ, അവന് ഇഖ്ലാസോട് കൂടി ഒരു മുസ്ലിമായി ജീവിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമായ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്തെന്ന്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക, അവർ ഇബാദത്ത് ചെയ്യുക, അതൊരിക്കലും പാടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എനിക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയിരിക്കെ. ഇവിടെ ഇത് പറഞ്ഞിട്ട് സഹോദരന്മാരെ, എന്താണ് ഇത് പറയുന്നത്? ദുആയെ കുറിച്ചാണ്, ഇബാദത്തിനെ കുറിച്ചാണ്. ദുആയെ പറഞ്ഞിട്ട് ഇബാദത്തിനെ പറ്റി പറയാൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ് വഅദൂ റബ്ബി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയും നിങ്ങളെയും വിട്ട് ഞാനിതാ പോകുകയാണ്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, കാരണം ഞാൻ എൻ്റെ റബ്ബിനോട് ദുആയിരിക്കുന്നവനായിക്കൊണ്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിരുന്നേക്കാം, ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നവനായിരിക്കാം. കാരണം ഞാൻ എൻ്റെ റബ്ബിനോടാണ് ദുആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങളെയും അള്ളാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ, വ്യക്തികളുണ്ടോ, പ്രഭവ കേന്ദ്രങ്ങളുണ്ടോ, അവരൊക്കെ വിട്ട് ഞാനിതാ പോവുകയാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആയിരിക്കുകയുള്ളൂ. റബ്ബിനോട് ദുആയിരുന്നത് കൊണ്ട് ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം എന്നത് പറയുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലമ്മഅ്തസിലുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഇബാദത്തെടുക്കുന്നവരെ തൊട്ട് അദ്ദേഹം മാറി നിന്നപ്പോ, അല്ലെങ്കിൽ വിട്ടുപോയപ്പോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാക്കൂബിനെയും പ്രദാനം ചെയ്തു. അവരെ മുഴുവനും നബിമാരാക്കി കളഞ്ഞു. ഇവിടെ എന്താണ് വിഷയം? ദുആയ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തുടർത്തി പറയുന്നത്, അള്ളാഹുവിന്റെ പുറമെ ഇബാദത്തെടുക്കുന്നവരെ കുറിച്ച് അദ്ദേഹം വിട്ടുമാറിപ്പോയപ്പോ അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാക്കൂബിനെയും നബിമാരായിട്ട് നാം നിശ്ചയിച്ചു കളഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിനോടുള്ള ദുആയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യം, അതാണ് ഇബാദത്തെന്ന് കുറിക്കുന്ന കാര്യങ്ങളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി കരീം, ഏ നബിയെ, എന്നെ കുറിച്ച് എൻ്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ പറയണം, അന്നി ഫഇന്നി കരീം, ഞാൻ വളരെ സമീപത്ത് തന്നെയുണ്ട് എന്ന് പറയണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. തേടുന്നവൻ തേടുമ്പോൾ ആ തേട്ടത്തിന് നാം ഉത്തരം നൽകും. ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നാം ഉത്തരം നൽകും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫൽയസ്തജീബൂലി, എൻ്റെ ആഹ്വാനം അവർ സ്വീകരിച്ചു കൊള്ളട്ടെ, വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗികളായേക്കാം. ഇവിടെ പറയുകയാണ്, ഞാൻ ആരാണ് എന്ന് എൻ്റെ അടിമ താങ്കളോട് ചോദിച്ച പറഞ്ഞോ, ഞാൻ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇവിടെയുണ്ടെന്നല്ല, അത് അള്ളാഹുവിൻ്റെ അറിവാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസ് ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് പറഞ്ഞില്ലേ. അതെ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ പോലും നാം അറിയുന്നുണ്ട്. നാം അവന്റെ കണ്ട നാടിയേക്കാൾ അവനോട് അടുത്തവനാണ്. മറ്റൊരിടത്ത് പറഞ്ഞു, യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്നവൻ. നമ്മൾ കണ്ണ് വെട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു, അതുപോലും നന്നായിട്ട് അറിയുന്നവൻ. മനസ്സിന്റെ നിഗൂഢതകൾ നിഗൂഢമാക്കി വെച്ച രഹസ്യങ്ങൾ പോലും അറിയുന്നവൻ. വമാ തസ്ഖതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അതേ, കൊടുങ്കാട്ടിന്റെ നടുക്കാട്ടിൽ വെച്ചിട്ട് ഒരു മരം കൊഴിയുന്ന ഇലകളുണ്ടല്ലോ, അതുപോലും അവൻ അറിയുന്നു. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർദ്, അതേ, ഭൂമിയിൽ നിന്ന് എന്താണ് മുളച്ചു വരുന്നത് അതും അവൻ അറിയുന്നു. അല്ലാഹുവിന്റെ അറിവ് അതിഗാംഭീര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ പോലും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് തേടാൻ അവൻ നമ്മോട് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമ. നിങ്ങൾ റബ്ബിനോട് ദുആയിരിക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? നിങ്ങൾക്ക് പല വിഷമതകളും വന്നിട്ടുണ്ടായിരുന്നു, പല പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു, പല സന്തോഷങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്തില്ല. അല്ലാഹുവിനോട് നിങ്ങൾ ദുആയിരുന്നില്ല, അവനോട് നിങ്ങൾ നന്ദി കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫഖദ് കസ്സബ്തും,
നിങ്ങൾക്ക് നിങ്ങൾ അവനെ കളവാക്കി കളഞ്ഞു, അതുകൊണ്ട് എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അവൻ നൽകേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസൗഫ യകൂനു ലിസാമ, അതുകൊണ്ട് തന്നെ ശിക്ഷകൾ അനിവാര്യമായിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. സഹോദരന്മാർ, അല്ലാഹുവിന് പുറമേയുള്ള എല്ലാ തേട്ടങ്ങളും നിരർത്ഥകമാണ്, അർത്ഥശൂന്യമാണ്, ഫലശൂന്യമാണ്. ഒരു തരത്തിലും അത് പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഹു ദഅവത്തുൽ ഹഖ്, അവനോടുള്ള തേട്ടമാണ്, അവനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥമായ പ്രാർത്ഥന, അവനോടുള്ള തേട്ടമാണ് യഥാർത്ഥമായ തേട്ടം. വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ, അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ആരോട് തേടുന്നുണ്ടോ അവർ ഒന്നിനും ഉത്തരം നൽകില്ല, ഒന്നിനും. അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ കല്ലിനോടോ കരടിനോടോ മുള്ളിനോടോ മുരടിനോടോ മൂർഖം പാമ്പിനോടോ കാഞ്ഞിരക്കുറ്റിനോടോ അഭിഷേകം ചെയ്യുന്ന പാലിനെയോ ഉടക്കുന്ന തേങ്ങനയോടോ വിഗ്രഹത്തോടോ പ്രതിമയോടോ അല്ലെങ്കിൽ നാഗൂർ അജ്മീർ ഏർവാടി മുത്തപ്പെട്ട ഔലിയാക്കന്മാരോടോ മംഗളാഭിഷേകനോടോ രാമന്തരി ശ്രോതാക്കന്മാരോടോ മൂന്ന് പേറ്റും മുനമ്പത്ത് ബീവി എന്ന ജിന്നമ്മമാരോടെയോ സ്ത്രീ വലിയ വ്യക്തികളോടോ അല്ലെങ്കിൽ ഉള്ളാട്ടങ്ങളും അമൃതങ്ങൾ എന്ന തങ്ങന്മാരോടോ അല്ലെങ്കിൽ സ്തൂപങ്ങളോടോ ആൾത്താരകളോടോ മണ്ഡപങ്ങളോടോ കോവിലുകളോടോ നിങ്ങൾ ആരോടാണ് തീർന്നത്? അവർ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ലഹു ദഅവത്തുൽ ഹഖ്, അല്ലാഹുവിനുള്ള തേട്ടമാണ് ന്യായമായ തേട്ടം. വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ ഇല്ലാ കബാസിത്തിൽ കഫൈലൽ മാഇ യബ്ലുഗ ഫഹു വമാ ഹുവ ബിബാലിഗ് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ദലാൽ. അതെ, നിങ്ങൾ വെള്ളത്തിന് നേരെ കൈനീട്ടിട്ട് വെള്ളമേ കയ്യിൽ കയറിക്കോ എന്ന് പറഞ്ഞാൽ ആ വെള്ളം നിങ്ങളുടെ കയ്യിൽ കയറുകയില്ല. അതുപോലെയാണ് അല്ലാഹുവല്ലാത്തവരോട് നിങ്ങൾ വിളിച്ചു തേടിയാൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയില്ല. അതുപോലെ നിരർത്ഥകരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദ. പള്ളികൾ എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു തേടാൻ വേണ്ടി പാടുള്ളതല്ല. അത് ഏത് വെളികളാകട്ടെ, ഏത് പ്രവാചകന്മാരാകട്ടെ, ഏത് മഹാന്മാരാകട്ടെ, ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ പറയണം താങ്കൾ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആയിരിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അവനോട് മാത്രമേ തേടുകയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവന്റെ കൂടെ ഒരാളോടും ഞാൻ പങ്കു ചേർക്കുകയില്ല, ഒരാളോടും. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, വലിയാകട്ടെ, അമ്പ്യാക്കളാകട്ടെ, ഏത് മഹാന്മാരാകട്ടെ, ഏത് ശക്തികളാകട്ടെ, അവരോടൊന്നും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അതാരോടാ പ്രാർത്ഥിക്ക? ആരോടാ ദുആയിരിക്ക? ആരോടാണ് വിളിക്ക? അത് അല്ലാഹുവിനോടാണ്. ഖുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് നബിയെ താങ്കൾ പറയണമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, ഖുൽ ഇദ്ഖുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. എന്തുകൊണ്ടാണ് ഖുൽ ഇദ്ഖുല്ലദീന സഅംതും മിൻ ദൂനിഹി? അല്ലാഹുവിന്റെ പുറമെ കൽപ്പിക്കുന്ന ജൽപ്പിക്കുന്ന വ്യക്തികൾ, ശക്തികൾ, അത് ആരെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ശക്തികൾ, അങ്ങനെ സങ്കല്പിക്കുന്ന മഹാന്മാർ, അല്ലെങ്കിൽ മറ്റു സൃഷ്ടികൾ, മലക്കുകൾ, ജിന്നുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തികൾ, അവർ എന്താണ്? ഫലാ യംലികൂന കശ്ഫൽ ദുർരിയകും വലാ തഹ്വീല. അവർ കുടുംബപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ പ്രയാസങ്ങൾ, ഏതെങ്കിലും ദുരിതങ്ങൾ അകറ്റാൻ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് മാറ്റി തിരിച്ചുവിടാൻ. ഇപ്പൊ നമുക്കൊരു വലിയ അസുഖം, പള്ളവേദന, ആ പള്ളുവേദന ചുരുക്കി ഒരു തലവേദന കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ അത് മാറ്റാൻ പൂർണ്ണ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഉടമസ്ഥാധികാരം ഫലാ യംലികൂൻ അവർക്ക് നൽകിയിട്ടില്ല. തഫ്സീറിൽ കാണാം, കൽ മലായികത്തു, മലക്കുകൾ, വൽ മസീഹ് ഈസാ നബി, വ ഉസൈർ, ഒരുവിധം എല്ലാ തഫ്സീറിൽ കാണാൻ വേണ്ടി സാധിക്കും. ഫലാ യംലികൂന എന്നതിനോ ഫലാ യസ്തതിഊൻ, അവർക്ക് സാധ്യമല്ല. വലാ യഖ്ദിറൂൻ, അവർക്ക് കഴിയുകയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്ന വിളിയുണ്ടല്ലോ, അതിനെ ഉടമപ്പെടുത്തിയിട്ടില്ലെന്നേ. നമ്മുടെ തേട്ടം കേൾക്കാനും ഉത്തരം നൽകാനുള്ള കഴിവ് അങ്ങനെ ഒരു ശക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമപ്പെടുത്തിയിട്ടില്ല. ഇവിടെ തഫ്സീറിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നറിയോ? ഇവിടെ ഇത് ബിംബമല്ല ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇത്തരം ആയത്തുകളൊക്കെ ഓതുമ്പോൾ പറയും അത് പ്രതിമകൾക്കാണ് ബാധകം, ബിംബങ്ങൾക്കാണ് ബാധകം. അത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർ ബിംബത്തിനാണ് ആരാധിച്ചിരുന്നത്.
സഹോദരന്മാരെ, ഈ ആയത്ത് തുടർത്തുന്നതറിയോ? ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ്. അവരിൽ ഏറ്റവും അടുത്തവർ തന്നെ ഉലൈക അക്കൂട്ടർ അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അല്ലാഹുവിലേക്ക് സമീപന മാർഗത്തെ തേടുന്നവരാണ്, അല്ലാഹുവിനെ ഭയക്കുന്നവരാണ്. വയർജൂന റഹ്മതഹു, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അവന്റെ ശിക്ഷയെ ഭയക്കുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്സൂറ, എല്ലാവരും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കേണ്ടവരാണ്. അതെത്ര മഹാനായാലും. അയ്യുഹും അഖ്റബ് എന്ന് അവിടെ പറഞ്ഞ അല്ലാഹുവുമായി ഏറ്റവും അടുത്തവർ. അത് ബിംബങ്ങൾക്ക് ബാധകമല്ല, അത് പ്രതിമകൾക്ക് ബാധകമല്ല, അത് സ്തൂപങ്ങൾക്ക് ബാധകമല്ല, അത് അൾത്താറുകൾക്ക് ബാധകമല്ല. അത് ആർക്കാണ് ബാധകം? മഹാന്മാർക്കാണ്, മരിച്ചുപോയ മഹാന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായി ഏറ്റവും അടുത്തവർ തന്നെ അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നവരാണ്, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവകാശം, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനോ ഉത്തരം നൽകുവാനോ ഉള്ള അവകാശം ഫലാ യംലികൂൻ, അവർക്ക് ഉടമപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത്തദൂഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ വിളിച്ചാൽ അവർ വിളി കേൾക്കൂല. നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ, സഹോദരന്മാർ, അവർ വേറൊരു ലോകത്താണ്, അവർ മരണപ്പെട്ടു പോയവരാണ്, അവർ കേൾക്കുന്നവരാണ്, കാണുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർ മരിച്ചില്ല എന്നാണ് അർത്ഥം. മരിക്കാത്ത ഒരാളെ നമ്മൾ ദഫനടക്കി എന്നാണ്. അത് മറ്റൊരു പാതകമാണ്, മറ്റൊരു കുറ്റമാണ്. മരിക്കാത്തൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കാം. അയാൾ മരിച്ചിട്ടില്ല, അയാൾക്ക് എല്ലാം കേൾക്കാനുള്ള കഴിവുണ്ട്, എല്ലാം കാണാനുള്ള കഴിവുണ്ട്, എല്ലാം അറിയാനുള്ള കഴിവുണ്ട്, എങ്കിൽ അതൊരു മറ്റൊരു ബാധകമാണ്. എന്നാൽ അവർ മറ്റൊരു ലോകത്താണ്, ബർസഖിയ ലോകത്താണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കില്ല. എനിക്ക് കേട്ടാലോ അവർ ഉത്തരം നൽകില്ല. നിങ്ങൾ ചെയ്ത് ശിർക്കുണ്ടല്ലോ, ബദ്രീങ്ങളെ കാക്കണേ, മൊയ്തീശയ്ക്ക് കാക്കണേ, 3 പെറ്റുമ്മ കാക്കണേ, അല്ലെ ഉള്ളാട്ടങ്ങളെ കാക്കണേ, എന്റെ പ്രയാസങ്ങൾ നീക്കണേ, ബുദ്ധിമുട്ടുകൾ അകറ്റണേ എന്ന വിളി യക്ഫുറൂന ബിശിർക്കിക്കും, ഈ ശിർക്കിനെ അവർ ഖിയാമത്ത് നാളെ നിഷേധിക്കും. വലാ യുനബ്ബിക മിസ്ലു ഖബീർ, ഇതുപോലെ വിവരം നൽകാൻ മറ്റൊരാളില്ല. സഹോദരന്മാരെ, ഇതിന്റെ തഫ്സീറിൽ കാണാം, സുമ്മ യജൂസു അൻ യർജിഅ ഇലൽ മഅബൂദീന മിമ്മാ യഅ്കിലുൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. എല്ലാവരും പെടുമെന്ന. നിങ്ങൾ അവരെ വിളിച്ചാൽ ആരാണ് അവർ? മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, മഹാന്മാർ പെടും, ശൈത്താന്മാർ പെടും, അമ്പ്യാക്കന്മാർ പെടും, സകലരും പെടും. വിളിച്ചാൽ വിളി കേൾക്കില്ല, കേട്ടാലോ അവർ ഉത്തരം നൽകില്ല. അപ്പൊ ഇവര് പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ അവരോട് ദുആയിരിക്കുന്നില്ല, നമ്മൾ അവരോട് ഇസ്തിഗാസ ചെയ്യുകയാണ്. എന്താന്ന് മനസ്സിലായിട്ടുണ്ട് സഹോദരന്മാരെ? ദുആ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിളി, തേടുക എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായാഭ്യർത്ഥന, ആപത്ത് ഘട്ടത്തിലുള്ള, പ്രയാസഘട്ടത്തിലുള്ള സഹായാഭ്യർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അപ്പോൾ പറയും നമ്മളവരോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, നമ്മളവരോട് ദുആയിരിക്കുന്നില്ല. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തിനെ എതിർത്തു, സിനനെ എതിർത്തു. ഒരാൾ പറയും ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ ഇണചേരുകയാണ്, ഞാൻ ലയിക്കുകയാണ്, ഞാൻ ലഭിക്കുകയാണ്, ഞാൻ സുഖിക്കുകയാണ് എന്ന് ചൊല്ലി വ്യഭിചാരമില്ലാതാകുമോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്റെ വയറ്റുവേദന മാറ്റണമേ, എന്റെ പ്രയാസം മാറ്റണമേ, എനിക്കൊരു കുട്ടികളെ തരണേ, ഈ തേട്ടം തന്നെയാണ് അള്ളാഹുവിനോട് കൊടുക്കുന്നത്. അള്ളാഹു എനിക്ക് കുട്ടികളെ തരണേ, എന്റെ പ്രയാസങ്ങൾ മാറ്റണമേ, എന്റെ മനസ്സിനൊരു സുഖം നൽകണമേ, എന്റെ കടബാധ്യത മാറ്റണമേ. അള്ളാഹുവിനോട് ചോദിക്കുന്ന അതേ ചോദ്യം ഇപ്പുറം കൊടുക്കുമ്പോൾ അത് ഇസ്തിഗാസയും, അള്ളാഹുവിനോട് കൊടുക്കുമ്പോൾ ദുആയും. അതെങ്ങനെയാണ് ആകുന്നത്? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അങ്ങനെയുള്ളൊരു കഴിവ് അള്ളാഹു മറ്റുള്ളവർക്ക് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ പെട്ടവർ എന്ന് വാദിക്കുന്നവർ അത് നമ്മളെ പോലുള്ള സൃഷ്ടികളാണ്. അവരങ്ങനെയുള്ള വിളിക്ക് കേൾക്കുവാനോ ഉത്തരം നൽകാനോ കഴിവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. അള്ളാഹുവിന്റെ പുറമെ വിളിച്ചു തേടുന്ന ആൾക്കാർ അവർ സൃഷ്ടികളാണ്, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. യാ അയ്യുഹന്നാസു ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ സുബാബൻ വല യജ്തമഊ ലഹു വയസ്ലുബുഹും സുബാബു ശൈഅൻ ലാ യസ്തൻകിദൂ മിൻ ളൗഫത് താലിബു വൽ മത്ലൂബ്. അതേ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം ഉദാഹരിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന്റെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ ലൻ യഖ്ലുഖൂ സുബാബൻ, അവർ ഈച്ചനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. വല യജ്തമഊ ലഹു, അവർ മൊത്തം ഒരുമിച്ച് കൂട്ടിയാൽ
അവരെ മൊത്തം ഒരുമിച്ച് കൂട്ടിയാൽ വിളിച്ചു തേടപ്പെടുന്ന മഹാന്മാർ, അമ്പ്യാക്കന്മാർ, ഷെയ്ഖന്മാർ, വലിയത്തികൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൾക്കാർ, അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും അവരൊരു ഈച്ചനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഈച്ച അവരിൽ നിന്ന് വല്ലത് തട്ടിയെടുത്ത് പാടിപ്പോയാലോ അത് പിടിച്ച് കൊണ്ടുവരാനുള്ള, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണവർ. അവരും ദുർബലരാണ്, വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ദുർബലരാണ്. കാരണം അവർ മരിച്ചുപോയവരാണ്. വല്ല കഴിവുമുണ്ടെങ്കിലും മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരായിരുന്നില്ല. മരിച്ചുപോയി ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം അവർ ദഫൻ ചെയ്തിട്ടുണ്ട്. വല്ല കഴിവുമുണ്ടായിരുന്നെങ്കിൽ ദഫൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ദഫൻ ചെയ്തിട്ടില്ലെങ്കിൽ ചീഞ്ഞു നാറും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിളിക്കുന്നവനും വിളിക്കപ്പെടുന്നവരും ദുർബലരാണ്. മറ്റൊരിടത്ത് പറഞ്ഞു, അവർ മരിച്ചവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്ന് പോലും അവർക്കറിയില്ല. കാരണം അവർ ബർസഖ് ലോകത്താണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ. അല്ലാഹുവിന്റെ പുറമെ തേടുന്നവർ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല, അവർക്ക് അവരെയും സഹായിക്കാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, അവർക്ക് അവരെയും സഹായിക്കാൻ സാധ്യമല്ല. വലാ അൻഫുസഹും യൻസുറൂൻ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ തേടുന്ന ആൾക്കാർ, വലികൾ, മഹാന്മാർ, അമ്പ്യാക്കന്മാർ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. അവർക്ക് വിശപ്പുണ്ടായിട്ടുണ്ടായിരുന്നു, അവർക്ക് ദാഹമുണ്ടായിട്ടുണ്ടായിരുന്നു, അവർക്ക് മുറിവേറ്റിരുന്നു, അവർക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഭൗതികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അവർ ഇവിടെ സഹിച്ചിരുന്നു. അതാണ് ഇബാദുൻ അംസാലുക്കും ഫദൂഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ അവരോട് തേടി നോക്ക്, കാണുമെങ്കിൽ അവർ ഉത്തരം നൽകട്ടെ. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്ക്, നമുക്ക് നോക്കാമല്ലോ അവർക്ക് ഉത്തരം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ഡിസംബർ മാസം, ജനുവരി മാസം, ഫെബ്രുവരി മാസമൊക്കെ ദർഗയിലും ജാറത്തിലും മക്കാമിലൊക്കെ ഉറൂസ് എന്ന പേരിലൊക്കെ ഇങ്ങനെ പല ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ കൊണ്ടാടപ്പെടുകയാണ്. അവിടെയൊക്കെ ആൾക്കാർ സന്ദർശിക്കുക. എന്തിനാണ് പോകുന്നത്? ആ കിടക്കുന്ന മക്കാമിൽ കിടക്കുന്ന, ദർഗയിൽ കിടക്കുന്ന, ജാറത്തിൽ കിടക്കുന്ന മഹാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ, അവിടെ പോയി ആവലാദികൾ ബോധിപ്പിക്കാൻ, അവിടെ പോയി പരാതികൾ പറയാനും വേണ്ടി. സഹോദരന്മാരെ, നിരർത്ഥകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ ഒരാവർത്തിച്ച് അർത്ഥസഹിതം വായിക്കുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന നൂറുകണക്കിന് ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യ ഗൗരവത്തോടെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ മൂന്നിലൊന്ന് നമ്മോട് പറഞ്ഞത് അത് തൗഹീദാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഖുർആൻ മൂന്നിലൊന്ന് നമ്മളോട് പറയുന്നത് തൗഹീദാണ്. മറ്റൊരു വശം പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാണ്, മറ്റൊരു വശം പറഞ്ഞത് പ്രവാചകന്മാരെ കുറിച്ചാണ്. പ്രവാചകന്മാർ ആരായിരുന്നു, അവരെന്തിനാണ് വന്നത്, അവരെന്താണ് പ്രബോധനം ചെയ്തത് എന്നീ കാര്യങ്ങളാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അടിസ്ഥാനം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്നിലൊന്ന് തൗഹീദ് പറഞ്ഞിരിക്കെ ആ തൗഹീദിൽ വള്ളം ചേർത്ത് കൊണ്ടുള്ള പ്രവർത്തനം എത്രമാത്രം നിരർത്ഥകരമായ സംഗതിയാണ് സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാരെ, ശക്തികളെ, വ്യക്തികളെ എന്നൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നവരുടെ നിരർത്ഥകത ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പുറമെ വിളിച്ച് തേടപ്പെടുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹു ചോദിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ അറിയോ? ഇൻ അറാദനി അല്ലാഹു ബിദ്ദുറിൻ അല്ലുന്ന കാശിഫാത്തു ദുജി. നാം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രയാസം ഉദ്ദേശിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചു, ആ പ്രയാസത്തെ നീക്കാൻ അവർക്ക് സാധിക്കുമോ? അള്ളാഹു ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഔ അറാദനി ബിറഹ്മത്തിൻ അൽഉന്ന മുംസികാത്തു റഹ്മതി. അല്ല, നാം ഒരു അനുഗ്രഹം ഉദ്ദേശിച്ചു, ഒരാൾക്ക് നല്ല വീട് കൊടുക്കാൻ, നല്ല ഭാര്യയെ കൊടുക്കാൻ, നല്ല വാഹന സൗകര്യം കൊടുക്കാൻ, ഐശ്വര്യം കൊടുക്കാൻ, നല്ല ജോലി കൊടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ
അത് പിടിച്ചു വെക്കാൻ അള്ളാഹുവിന്റെ പുറമെ തേടപ്പെടുന്നവർക്ക് കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നബിയേ? സഹോദരന്മാർ, അതുകൊണ്ട് നമ്മൾ പറയുക ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി. അലയ്യ തവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണ് ബരമേൽപ്പിക്കുന്നവർ. സഹോദരന്മാരെ, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകുന്ന ഒരുത്തനുണ്ടോ? അമ്മൻ യുജീബ്, അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയുണ്ടോ? ശക്തിയുണ്ടോ? മുദ്തറായ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവന്റെ തേട്ടം കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ള അങ്ങനെ ഒരാളുണ്ടോ? വിഷമം നീക്കുന്ന ഒരുത്തരുണ്ടോ? ഒരു മഹാനുണ്ടോ? ഒരു ശക്തിയുണ്ടോ? അങ്ങനെ നാം ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കി ചെയ്തവനാണോ അവർ? അങ്ങനെ ആർക്കും നമ്മൾ കഴിവ് കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു ചോദിച്ച ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, അല്പം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും, കേൾക്കും, അറിയും എന്നതുപോലെ മറ്റൊരാളെ വിളിച്ചാൽ, എന്റെ പ്രയാസം നീക്കണേ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, എന്റെ ദുരിതം നീക്കണേ മൊയ്തീശക്കെ എന്ന് വിളിച്ചാൽ, യാ അലി, യാ ഹസൻ, യാ ഹുസൈൻ, എന്റെ വിഷമതകളും പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് വിളിച്ചാൽ, അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? നമ്മൾ എന്താ പഠിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഹിം ഗാഫിലൂൻ. ആരെയാണ് വിളിച്ചു തരുന്നത്? ആ തേടപ്പെടുന്നവർ ഇവരുടെ വിളിയെ തൊട്ട് അശ്രദ്ധാലുക്കളാണ്. ഖിയാമത്ത് നാളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ ആരെയാണോ വിളിച്ചത് ആ വിളിക്കപ്പെട്ടവർ ഇവരുടെ ശത്രുക്കളായി മാറും. അല്ലാഹു പറയാൻ, ബദരീകൾ ഇവരുടെ ശത്രുക്കളായി മാറും, മൊയ്തീശയ്ക്ക് ഇവരുടെ ശത്രുക്കളായി മാറും, ഈസാ നബി ഇവരുടെ ശത്രുക്കളായി മാറും, മൂസാ നബി ഇവരുടെ ശത്രുക്കളായി മാറും. വയൗമ നഹ്ശുറുഹും ജമീഅ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മക്കാനകും അൻതും വശുറകാഉക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരലോകത്ത് ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെട്ടവരെ അല്ലാഹു ഒരിടത്ത് മാറ്റി നിർത്തും, വിളിച്ചവരെയും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും. ഫസയ്യല്ലാ ബൈനഹും, അവർക്കിടയിൽ വേർതിരിവുണ്ടാക്കും. വഖാല ശുറകാഉം മാ കുന്തും ഇയ്യാന തഅബുദൂൻ, നിങ്ങൾ പറഞ്ഞിരുന്നോ ഇവരെ വിളിച്ച് തേടാൻ വേണ്ടിയിട്ട്? അപ്പൊ അവർ പറയും, നമ്മൾ പറഞ്ഞിരുന്നില്ല, ഞങ്ങൾ നിങ്ങൾ കൽപ്പിച്ചിരുന്നില്ല, നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല. ബദരീങ്ങൾ പറയും, മൊയ്തീശയ്ക്ക് പറയും, രിഫായിശയ്ക്ക് പറയും, നമ്മൾ വിളിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, നമ്മൾ അശ്രദ്ധാലുക്കളായിരുന്നു. മാക്കൊന്നും ഇയ്യാന തഅബുദൂൻ, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. അവര് പറയും, എന്താ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ അള്ളാഹു സാക്ഷിയായിട്ടുണ്ട്. ബദരീങ്ങൾ പറയും, മൊയ്തീശയ്ക്ക് പറയും, ഉള്ളാർന്നങ്ങൾ പറയും, രിഫായിശയ്ക്ക് പറയും, നിങ്ങൾക്കും നമുക്കും ഇടയിൽ അള്ളാഹു സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഇബാദത്തുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത തേട്ടമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധാലുക്കളാണ്, ഞങ്ങളൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശത്തെ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും അതിന്റെ ഇസ്സത്ത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസിക്ക് വിജയിക്കാനുള്ള മാർഗം. അല്ലാഹുവിന്റെ പുറമെ വിളിച്ചു തേടപ്പെടുന്നവരെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത്, കുല്ല അത്തബി അഹ്വാക്കും, ഞാൻ നിങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റുന്നവനല്ല, ഞാൻ നിങ്ങളുടെ ഇച്ഛകളെ പിൻപറ്റുന്നവനല്ല. കത് നിലത്തു ഇദം വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ സന്മാർഗത്തിൽ നിന്ന് വഴി പിഴച്ചു പോകും. കുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, കുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, റബ്ബേ, നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളിലാണ്.
ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിലാണ് എന്ന് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെ ഓതിയ ആയത്തുകൾ ഇതിനേക്കാൾ ഇത്രയും മടങ്ങും 10 മടങ്ങുമാണ്. ഖുർആൻ ഇത്തരം വിശ്വാസികളെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തിൻ്റെ നിരർത്ഥതയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കരണീയമായത് കുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തത്തിലാണ് എന്നതിൽ സായുജ്യമടിയുകയും അതേക്കുറിച്ച് പഠിക്കുകയും അതിൽ വിശ്വാസമേൽപ്പിക്കുകയും അതിൽ സമാധാനം കണ്ടെത്തുകയും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും ഖുർആൻ പഠിക്കുന്ന നല്ല ശ്രോതാക്കളായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം പരലോകത്ത് ഞാനും നിങ്ങൾ ഒറ്റക്കായിരിക്കും. ഒരു വിശുദ്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു തരുന്നത് ഇബാദത്തിൻ്റെ അടിസ്ഥാനമായ തത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു തന്ന മാതൃകകളാണ്. ആ മാതൃകകൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തി ചെയ്താലല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റുകയില്ല എന്ന അടിസ്ഥാന കാര്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാകാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈമാൻ ശരിയാക്കുക, നമ്മുടെ വിശ്വാസം ശരിയാക്കുക, തൗഹീദിലധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്തുകളോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, എല്ലാ വിദഗ്ധകളെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. ഇഖ്ലാസോട് കൂടിയും പ്രതിഫലിച്ചു കൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഏതെങ്കിലും അവസരത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹുവെ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവെ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.